ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ തന്നൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ടൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ. എന്നും നമ്മൾ തോരനും മുട്ട റോസ്റ്റും ഒക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഒരു പുതിയൊരു ടേസ്റ്റിൽ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നത് മാത്രമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 5 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മുട്ട ഇതിനൊക്കെ പൊട്ടിച്ചൊരു ബൗളിലേക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി കൊണ്ടാണ് ഇട്ടേക്കുന്നത്. അതല്ല, ചില്ലി ഫ്ലേക്സ് തന്നെ നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു മുട്ടയ്ക്കകത്ത് ഉപ്പും നമ്മുടെ ഈ ഒരു ഇതൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം എല്ലാവരും നമ്മൾ ഈ ഓരോ വട്ടം ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഒട്ടും പാടില്ലാണ്ട് എളുപ്പത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അതാണ് ഇതേ കണക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മുളക് പൊടി ഒന്ന് ഇതേ കണക്ക് കട്ടയായിട്ടൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാവണം കേട്ടോ. ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചെറുതായിട്ടൊന്ന് എല്ലായിടവും ഒന്ന് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുന്ന ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒറ്റ സെറ്റായിട്ട് തന്നെ മൊത്തം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം ഇങ്ങനെയൊക്കെ ആയി വരുന്ന ഒരു ടൈം, അതായത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വലുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മൾ വെന്ത് കിട്ടുമല്ലോ. വലിയ പീസുകളൊന്നും അല്ല, എന്നാലും ചെറിയ ഒരു രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ സ്ക്വയറായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം. മുട്ട എങ്ങനെയാണോ കിട്ടിയേക്കുന്നത് ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ഇതിനൊക്കെ ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റുക കേട്ടോ. അത് ഇതിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. പാതി വേകുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊക്കെ പീസാക്കി മുറിക്കാൻ പറ്റും. ഇതേ കണക്ക് വലിയ പീസായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഇതാണ്ട് ഇതേ കണക്ക് നമുക്ക് പീസായിട്ട് മുറിച്ചെടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇതേ കണക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ബട്ടറൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി മെൽറ്റായി വരുന്ന ഈ ഒരു ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വേണം എടുക്കാൻ. അതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുവാണെങ്കിൽ കാരണം കുറച്ച് വേണം വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി ഏകദേശം ഒന്ന് നമ്മുടെ ആ ഒരു ബട്ടറിൽ കിടന്നൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം. നമുക്ക് ആ ഒരു മല്ലിച്ചപ്പും നമ്മുടെ ആ ഒരു ഗരം മസാലയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി കിട്ടുമ്പോഴത്തെ ഏകദേശം എന്താണ് ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി നമുക്ക് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്, കോൺഫ്ലവർ അല്ല കേട്ടോ. അരിപ്പൊടി ചേർത്താണ് ഇളക്കിയേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച്
പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം നമ്മുടെ ആ ഒരു അരിപ്പൊടിയും പാലും നമ്മുടെ ആ ഒരു കൊത്തും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇതേ കണക്ക് നിന്ന് കുറുകി വരും. നമ്മുടെ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാം കുറുകി കുറുകി ഇതായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് നല്ല തിക്കായിട്ട് വരുവാണെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇച്ചിരി നമ്മുടെ ആ ഗ്രേവി തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെ പാല് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി ഇതേ കണക്ക് കുറുകി വരുന്ന സമയമാകുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ലേ, ആ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. ഉപ്പ് കറക്റ്റ് ആണ് നമ്മുടെ ആ ഒരു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിൽ വെച്ച് നോക്കുക കേട്ടോ, ഇത്തിരി എന്തെങ്കിലും കുറവുണ്ടോന്ന്. അതായത് നമ്മുടെ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പച്ചമുളകോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ്, നമ്മളെ ബട്ടറിന്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് വരിക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചൈനീസ് ഫുഡിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളെ ഈ ഒരു കറിക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സെറ്റ് കറിയാണ്. ഒരു കുറുമ പോലെയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ ഒരു മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ മുട്ട ബട്ടറിലൊക്കെ വെന്ത് അടിപൊളിയായിട്ടിരിക്കുന്ന മുട്ടയാണ്. അപ്പം നമ്മൾ അതിൻ്റെ തന്നെ ആ ഒരു അരപ്പിലോട്ട് നമുക്ക് ആ ഒരു മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കി ആ ഒരു മിക്സ് നമ്മുടെ മുട്ടയിൽ ഇങ്ങനെ പിടിക്കത്തക്ക രീതി സെറ്റാക്കി ഇളക്കിയെടുക്കണം കേട്ടോ. ഉടഞ്ഞു പോകരുത്, മുട്ടയിട്ട് കുത്തിപ്പൊട്ടിച്ച് ഉടക്കിയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഗ്രേവി ആയിട്ട് വെള്ളം പോലെ പോരുത് കേട്ടോ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. മുട്ടയിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി അത് അതിനകത്ത് പിടിക്കുന്നു എന്നുള്ള ആ ഒരു പാകമൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇപ്പം തന്നെ നമ്മുടെ അടിപൊളി മുട്ടയുടെ ആ ഒരു സൂപ്പർ ഒരു വെറൈറ്റി ഡിഷ് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിയിലൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സെറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.